ഇത് ഇവിടെ ആളുകൾ വന്ന് ബൈക്ക് ഓടിക്കുന്നവരായാലും ഇനി സ്കൂട്ടി ഓടിക്കുന്ന ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിരന്തരം അവർ ഈ കുയിൽ വീഴുന്നൊരു നേർക്കാഴ്ച നമ്മൾ നിത്യേന കാണുകയാണ്. ഇന്ന് രാവിലെയും കൂടി ഒരു ചേളാരിയുള്ളൊരു സ്ത്രീ ഇതിൽ വീണിട്ടാണ് എണീറ്റ് പോയതുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ സമരമുഖത്തേക്ക് ഞങ്ങളും ഇറങ്ങേണ്ട ഒരു നാട്ടുകാരി എന്ന നിലയ്ക്ക് നിത്യ കാഴ്ചക്കാരി എന്ന നിലയ്ക്ക് സമരമുഖത്തേക്ക് ഞങ്ങളും ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ, ഇത് നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ. ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദയനീയ അവസ്ഥ, നല്ല ഭരണമാണ്. അതുകൊണ്ടാണ് ഈ റോഡൊക്കെ ഇങ്ങനെ ആവുന്നത്. ഒരുപാട് സംഭവിക്കുന്നുണ്ട്. വണ്ടീൻ്റെ ആക്സില് പൊട്ടല്, ലോക്ക് കംപ്ലൈൻറ്റ്, പിന്നെ ഡ്രൈവർമാർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളുണ്ട്. വൈകുന്നേരം റോഡിൻ്റെ ഊരവേദന, കൈകാല വേദനകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറേ കാലമായി ഇപ്പോൾ ഇത് റോഡ് ഇങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു നന്നാക്കിയിട്ടില്ല. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. യാത്രക്കാരുടെ നടുവൊടിച്ച് ചെമ്മാട് ടൗണിലെ റോഡ്. യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിലായിട്ടും ഉറക്കം നടിച്ച അധികൃതർ. കുഴിയിൽ വീണ യാത്രക്കാർക്ക് പരിക്ക് പറ്റുന്നതും നിത്യസംഭവം. ചെമ്മാട് ബ്ലോക്ക് റോഡിലും ടൗണിലുമാണ് യാത്രക്കാരുടെ നടുവൊടിക്കുന്ന കുഴികളുള്ളത്. ദിനംപ്രതി നിരവധി പേർ എത്തുന്ന തിരൂരങ്ങാടി താലൂക്ക് ഓഫീസും സബ് RT ഓഫീസും മറ്റു സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷനിലേക്കും ചെമ്മാട് ബസ് സ്റ്റാൻഡിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മറ്റു പൊതുസ്ഥാപനങ്ങളിലേക്കുമടക്കം ഉപയോഗിക്കുന്ന റോഡാണിത്. വലിയ ഗർത്തങ്ങളാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇരുചക്ര വാഹനയാത്രികർ ഈ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ്. പലപ്പോഴും സമീപത്തെ ഓട്ടോ ഡ്രൈവർമാരും സമീപത്തെ സ്ഥാപനത്തിലെ ജീവനക്കാരുമാണ് അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുന്നത്. മാത്രമല്ല, ഓട്ടോ ഡ്രൈവർമാർക്കും വാഹനത്തിൻ്റെ കേടുപാടുകൾ കഴിഞ്ഞ് വീട്ടിലെ ചെലവ് നോക്കാൻ പോലും പറ്റുന്നില്ല. ഏറെ ദുരിതമാണ് ഇതിലൂടെയുള്ള യാത്ര. കാൽനട യാത്രക്കാരുടെ ദേഹത്തിലേക്ക് ചെളി തെറിക്കുന്ന സാഹചര്യവുമുണ്ട്. ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്നടിക്കുന്ന നഗരസഭയ്ക്ക് നേരെ വലിയ അമർഷമാണ് ഉള്ളത്. ബസ് ജീവനക്കാരും ഓട്ടോ ഡ്രൈവർമാരും കാൽനട യാത്രക്കാരും ഒന്നടങ്കം പറയുകയാണ് ചെമ്മാട് ടൗണിലെ റോഡ് ആളുകളുടെ നടുവൊടിക്കുമെന്ന്. പരാതികൾ പറഞ്ഞിട്ടും ചെവി കൊള്ളാത്ത നഗരസഭ ഇനി അവർക്ക് തോന്നുമ്പോൾ നന്നാക്കട്ടെ എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാസങ്ങളോളമായി റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് നമ്മുടെ ഇപ്പോൾ ചെമ്മാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വരാനുള്ള ഏക റോഡ് ഇതാണ്. എന്നുവെച്ചാൽ ബൈപ്പാസ് 1/2 യൂസ് ചെയ്യുന്ന റോഡാണിത്. ഈ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ദർശനിലെ സ്റ്റാഫാണ്. ഈ ദർശനിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത്. ഇത് ഇവിടെ ആളുകൾ വന്ന് ബൈക്ക് ഓടിക്കുന്നവരായാലും ഇനി സ്കൂട്ടി ഓടിക്കുന്ന ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിരന്തരം അവർ ഈ കുയിൽ വീഴുന്നൊരു നേർക്കാഴ്ച നമ്മൾ നിത്യേന കാണുകയാണ്. ഇന്ന് രാവിലെയും കൂടി ഒരു ചേളാരിയുള്ളൊരു സ്ത്രീ ഇതിൽ വീണിട്ടാണ് എണീറ്റ് പോയതുള്ളത്. അപ്പോൾ ഈ റോഡിൻ്റെ ഉത്തരവാദിത്തം ആർക്കാന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. PWD ആണോ, അതല്ലെങ്കിൽ നഗരസഭയാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പാണോ എന്നുള്ളത് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ ആരായാലും ഇത് ചെയ്യേണ്ടവർ കണ്ണ് തുറന്ന് കാണുക തന്നെ വേണം. കാരണം ഇതിൻ്റെ അവസ്ഥ അത്രയും ദുരന്തമാണ് ഇവിടെ കാണുന്നത്. നിത്യേന കാണുന്ന ദുരന്ത കാഴ്ചയാണ്. ബസ്സുകളും മറ്റുള്ള വലിയ വലിയ വാഹനങ്ങൾക്ക് അത്ര പ്രയാസം ഉണ്ടാവില്ല. അവർ ഒരു കുണ്ടിൽ ചാടി ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പക്ഷേ അതേ സ്ഥാനത്ത് കാറുകളായാലും 3 വീലർ ആണെങ്കിലും 2 വീലർ ആണെങ്കിലും നിത്യേന ഇതിൽ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അപ്പം ഇതിന് വേണ്ട നടപടികൾ ആരായാലും ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ആരാണ് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ആരാതിൻ്റെ ഭരണാധികാരികൾ എന്ന് അവർ ഈ ചാനൽ ചർച്ച കണ്ടിട്ട് എങ്കിലും ഇതിൻ്റെ ഈ അവസ്ഥ മാറ്റിത്തരണമെന്ന് വിനയത്തോടു കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ സമരമുഖത്തേക്ക് ഞങ്ങളും ഇറങ്ങേണ്ട ഒരു നാട്ടുകാരി എന്ന നിലയ്ക്ക് നിത്യ കാഴ്ചക്കാരി എന്ന നിലയ്ക്ക് സമരമുഖത്തേക്ക് ഞങ്ങളും ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ, ഇത് നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ. ഇതിൻ്റെ മുന്നേ ഇതുപോലെ സംഭവം ഉണ്ടായിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും. വേണമെങ്കിൽ ക്യാമറ കാണിക്കാം. ഇതിൻ്റെ മുന്നേ ഈ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഷോപ്പിൻ്റെ ആളുകൾ ചേർന്നിട്ട്, ഞാനടക്കമുള്ള ആളുകൾ ചേർന്നിട്ടാണ് ഞങ്ങളിത് കഴിഞ്ഞ ഓണത്തിൻ്റെ ടൈമിൽ ഈ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ കോൺക്രീറ്റ് അതിന് യാതൊരു കേടുപാടുകളും ഞങ്ങൾ അന്ന് ചെയ്തതിൻ്റെ കേടുപാടുകൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല. പകരം വലിയ 2 കുഴികളാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിലാണെങ്കിൽ ഈ ആളുകൾ നിത്യേന വീണിട്ട് എണീറ്റ് പോകുന്ന, ഇന്ന് രാവിലത്തെ വളരെ സങ്കടപ്പെട്ടൊരു കാഴ്ചയാണ്. രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നൊരു ചേളാരിയുള്ളൊരു ചേച്ചിയാണ് ഇവിടെ വീണിട്ട് ആകെ കുളിച്ചതുപോലെ, ചളിവെള്ളത്തിൽ കുളിച്ചതുപോലെയാണ് എണീറ്റ് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് അധികാരികൾ ആരായാലും കണ്ണു തുറന്ന് കാണുക തന്നെ വേണം. ഇതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുകയും വേണം. ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദയനീയ അവസ്ഥ, നല്ല ഭരണമാണ്.
അതുകൊണ്ടാണ് ഈ റോഡൊക്കെ ഇങ്ങനെ ആവുന്നത്. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ ദുഃഖിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ. എത്ര പ്രാവശ്യം ഇത് റോഡ് പണി എടുത്തിട്ടുണ്ടെന്നറിയാം. ഇതിൽ വലിയ വണ്ടിയൊക്കെ പോകുമ്പോൾ അതിനനുസരിച്ച് അതേമാതിരി ബൈക്കേർ വീണ്, ഓട്ടോറിക്ഷൻ്റെ കാര്യം ഒന്നും പറയുകയല്ലേ. ഈ മൊത്തം അങ്ങാടി ഇവിടുന്ന് നമ്മളെ മൊത്തം ടൗണ് ഈ കോലത്തിലാണ്. എല്ലാം ഉണ്ടാവില്ലേ അപകടം. ഇവിടെ നിരന്തരം ബൈക്കുകൾ വന്നു കണ്ട് വീഴുകയാണ്. അപ്പോൾ ഇത് മുനിസിപ്പാലിറ്റിൻ്റെ അനാസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. താൽക്കാലികം എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട്? താൽക്കാലികമായിട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. ശാശ്വതമായിട്ട് ചെയ്താൽ അതിനൊരു കാര്യമുള്ളൂ. മുനിസിപ്പാലിറ്റിയും പ്രതിപക്ഷവും ഒക്കെ കണക്കാണ്. റോഡിൻ്റെ അവസ്ഥ എന്താ? വളരെ മോശമാണ് റോഡിൻ്റെ അവസ്ഥ. നമ്മൾ കാണില്ല റോഡിൻ്റെ മോശാവസ്ഥകളൊക്കെ. വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപകടങ്ങളുണ്ടാകും. സ്ഥിരമായിട്ട് അപകടങ്ങളുണ്ടാകും ഇവിടെ. പിന്നെ ബൈക്കുകൾ, പിന്നെ വാഹനങ്ങൾക്ക് നല്ല പരിക്ക് വരാണ്. വലിയ കുഴികൾ കാരണം വണ്ടികൾക്ക് ഒരുപാട് കേടുപാട് സംഭവിക്കുന്നുണ്ട്. വണ്ടീൻ്റെ ആക്സിൽ പൊട്ടൽ, ലോക്ക് കംപ്ലൈൻറ്റ്, പിന്നെ ഡ്രൈവർമാർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളുണ്ട്. വൈകുന്നേരം റോഡിൻ്റെ ഊരവേദന, കൈകാല് വേദനകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറേ കാലമായി ഇപ്പോൾ ഇത് റോഡ് ഇങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു നന്നാക്കിയിട്ടില്ല. അപ്പോൾ ഇത് ജപ്പാൻകുടി വെള്ളത്തിൻ്റെ ഇത് കീറിയിട്ട് ഇപ്പോൾ മെറ്റലമർത്തിക്കാണ്ട് പോയതാണ്. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ റോഡൊന്നായിട്ട് മൊത്തം പൊളിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഈ റോഡ് ഇപ്പോൾ പൊളിഞ്ഞിട്ട് തന്നെ കുറേ ആയി. ഇത് കോൺക്രീറ്റ് ചെയ്ത് അതും പൊളിഞ്ഞ്. അപകടങ്ങൾ കൂടാന്നല്ല, ബൈക്ക് എത്ര അപ്പം ഇവിടെ മറിയേണ്ട അറിയാം. അപ്പോൾ അവർ കാണായിട്ടില്ലല്ലോ, ആ ഭാഗം തന്നെ ഒരു മൈൻഡ് ചെയ്യണില്ല. റോഡ് വളരെ മോശമാണ്. വണ്ടി ഓടിക്കാൻ കഴിയണില്ല. പ്രത്യേകിച്ച് ഈ ബ്ലോക്ക് റോഡ് പറഞ്ഞാൽ മണ്ണിടുക, അവർ മണ്ണ് കൊടുത്തിട്ടുണ്ട്. എത്ര ബസ്, എത്ര ആൾക്കാർ, ബൈക്ക് വരെ ഇവിടെ വീണ് പോയിക്കണം. കൈയും കാലൊക്കെ കിടന്ന് കണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ ഈ വാട്ടർ സൈഡിൽ നിന്ന് ഇറങ്ങിക്കാണ്ട് ഞങ്ങൾ പിടിച്ച് താങ്ങി പൊന്തിക്കാനാണ് പോകല്. ഒരാൾക്കാർ ഇങ്ങനെ വീണ്ട കാരണം ആരും ഇതിന് കണ്ണ് തുറക്കണമില്ല. പിന്നെ മാസങ്ങളായിട്ട് ഇവിടെ കയറിയിട്ട് കാണും നമ്മളെ ഈ മെയിൻ റോഡ്, അതിനൊരു പരിഹാരം കാണുന്നില്ല. ഇപ്പം നിങ്ങൾ ഇവിടെയൊക്കെ ഫോട്ടോ കാണുകയാണെങ്കിൽ, ഇവിടെ വന്ന് നോക്കി അധികാരികളൊക്കെ വന്ന് നോക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടി ഓടിക്കാൻ തന്നെ കഴിയണില്ല. എന്താപ്പോൾ പറയുക, നമ്മൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഭയങ്കര മോശമാണ്. കളി തെറിച്ചുണ്ട് എല്ലാം. അത് നല്ല ഗുണ്ടാണിക്കണം. അത് ബുദ്ധിമുട്ടുണ്ട്. വണ്ടി ചാടി പോവാണ്. ചെമ്മാട് ടൗണിലെ യാത്ര അക്ഷരാർത്ഥത്തിൽ ഒരു ഓഫ് റോഡ് യാത്രയാണ്. നോക്കിയും കണ്ടും ഓടിച്ചില്ലെങ്കിൽ നടുവൊടിയും. നഗരസഭയ്ക്കാണെങ്കിൽ ജനങ്ങളുടെ ദുരിതത്തിൽ ശ്രദ്ധിക്കാനൊട്ടും സമയമില്ലതാനും. മാസങ്ങളോളമായി റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട്, എന്നാൽ ഇതുവരെയും അവ നന്നാക്കാൻ തിരൂരങ്ങാടി നഗരസഭ തയ്യാറായിട്ടില്ല. ഇനി എന്ന് എന്ന ചോദ്യം മാത്രം ബാക്കി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ. അതിമനോഹരമായ ഡിസൈനുകൾ. 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ. മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ.